വായനാദിന കിസ് അഥവാ സാഹിത്യ കിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്? പി.എൻ. പണിക്കരുടെ ചരമദിനമാണ് വായനാ ദിനമായി നാം ആചരിക്കുന്നത്. പി.എൻ. പണിക്കർ മരണപ്പെട്ടത് ഏത് വർഷമായിരുന്നു? 1995 ജൂൺ 19. 1995 ജൂൺ 19 പി.എൻ. പണിക്കർ മരണപ്പെട്ടത്. പി.എൻ. പണിക്കർ കേരളത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം ഏതായിരുന്നു? ഗ്രന്ഥശാല പ്രസ്ഥാനം. പി.എൻ. പണിക്കർ എന്നതിന്റെ പൂർണ്ണ രൂപം എന്താണ്? പുതുവയിൽ നാരായണ പണിക്കർ. പി.എൻ. പണിക്കരുടെ വായനയുമായി ബന്ധപ്പെട്ട സന്ദേശം എന്തായിരുന്നു? വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക. കേരളത്തിന്റെ വായനാ ദിനമായ ജൂൺ 19 ഇന്ത്യയിൽ ദേശീയ വായനാ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഏത് വർഷം മുതലായിരുന്നു? 2017 മുതലാണ് കേരളത്തിന്റെ വായനാ ദിനമായ ജൂൺ 19 ഇന്ത്യയിൽ ദേശീയ വായനാ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ടത്. അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയാണ് ജൂൺ 19 ദേശീയ വായനാ ദിനമായി പ്രഖ്യാപിച്ചത്. 1926 പി.എൻ. പണിക്കർ തന്റെ ജന്മനാട്ടിൽ ആരംഭിച്ച വായനശാല ഏതായിരുന്നു? സനാതന ധർമ്മം. ലോക പുസ്തക ദിനമായി ആചരിക്കുന്നത് ആരുടെ ചരമദിനമാണ്? വില്യം ഷേക്സ്പിയർ. മലയാള ഭാഷ രൂപം കൊണ്ടത് ഏതു ഭാഷയിൽ നിന്നാണ്? തമിഴ് ഭാഷയിൽ നിന്നാണ് മലയാള ഭാഷ രൂപം കൊണ്ടത്. മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത് ഏത് വർഷമായിരുന്നു? 2013. 2013 മലയാള ഭാഷയ്ക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചു. മലയാള സാഹിത്യത്തിലെ പ്രാചീന കവിത്രയം എന്നറിയപ്പെടുന്നത് ആരൊക്കെയാണ്? എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ, ചെറുശ്ശേരി എന്നിവരെയാണ് മലയാള സാഹിത്യത്തിലെ പ്രാചീന കവിത്രയം എന്നറിയപ്പെടുന്നത്. മലയാള സാഹിത്യത്തിലെ ആധുനിക കവിത്രയം എന്നറിയപ്പെടുന്നത് ആരൊക്കെയാണ്? കുമാരനാശാൻ, ഉള്ളൂർ എസ് പരമേശ്വരയ്യർ, വള്ളത്തോൾ നാരായണമേനോൻ. ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ എന്നാണ് ഇവർ 3 പേർ അറിയപ്പെടുന്നത്. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഏതാണ്? ഇന്ദുലേഖ. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഇന്ദുലേഖ എഴുതിയതാരാണ്? ഒ. ചന്തുമേനോൻ. മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏത്? കുന്തലത. മലയാളത്തിലെ ആദ്യത്തെ നോവൽ കുന്തലത രചിച്ചത് ആരാണ്? അപ്പു നെടുങ്ങാടി. മലയാളത്തിലെ ആദ്യത്തെ നോവൽ കുന്തലത രചിക്കപ്പെട്ട വർഷം ഏത്? ഏതു വർഷമാണ് കുന്തലത രചിക്കപ്പെട്ടത്? 1887. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏതാണ്? മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ വാസനാവികൃതി. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥയായ വാസനാവികൃതിയുടെ രചയിതാവ് ആരാണ്? വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ വാസനാവികൃതി രചിക്കപ്പെട്ടത് ഏത് വർഷമായിരുന്നു? 1891. ആദ്യമായി മലയാള ലിപി അച്ചടിച്ച ഗ്രന്ഥം ഏതാണ്? ഹോർത്തുസ് മലബാറിക്കസ്. ഹോർത്തുസ് മലബാറിക്കസ് തയ്യാറാക്കി പ്രസിദ്ധീകരിച്ചത് ആരായിരുന്നു? ജനറൽ വാൻറീഡ് ആയിരുന്നു ഹോർത്തുസ് മലബാറിക്കസ് തയ്യാറാക്കി പ്രസിദ്ധീകരിച്ചത്. കൊച്ചിയിലെ ഡച്ച് ഗവർണറായിരുന്നു അദ്ദേഹം. കേരളത്തിലെ പശ്ചിമഘട്ടങ്ങളിലുള്ള ഔഷധ സസ്യങ്ങളെ കുറിച്ചുള്ള ഒരു വലിയ ഗ്രന്ഥമായിരുന്നു ഹോർത്തുസ് മലബാറിക്കസ്. പൂർണ്ണമായും മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ ഗ്രന്ഥം ഏതാണ്? സംക്ഷേപ വേദാർത്ഥം. സംക്ഷേപ വേദാർത്ഥം രചിച്ചത് ആരാണ്? ഫാദർ ക്ലമന്റ് പിയാനോസ്. സംക്ഷേപ വേദാർത്ഥം രചിക്കപ്പെട്ട വർഷം ഏത്? 1772 സംക്ഷേപ വേദാർത്ഥം രചിച്ചത്. റോമിലെ ഒരു മുദ്രണാലയത്തിൽ വെച്ചാണ് സംക്ഷേപ വേദാർത്ഥം പ്രിന്റ് ചെയ്യപ്പെട്ടത്. ഹോർത്തുസ് മലബാറിക്കസ് ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും തർജ്ജമ ചെയ്തത് ആരായിരുന്നു? കെ.എസ്. മണിലാൽ. കെ.എസ്. മണിലാൽ. അദ്ദേഹം കാലിക്കറ്റ് സർവകലാശാലയിലെ സസ്യശാസ്ത്ര വിഭാഗം പ്രൊഫസറായിരുന്നു. കെ.എസ്. മണിലാൽ ഹോർത്തുസ് മലബാറിക്കസ് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് എന്നായിരുന്നു? 2008.
മലയാള സാഹിത്യ ചരിത്രം എഴുതിയ മഹാകവി ആര്? ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. ഉള്ളൂർ എസ് പരമേശ്വരയ്യരാണ് മലയാള സാഹിത്യ ചരിത്രം എഴുതിയത്. മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏതാണ്? അവകാശികൾ. അവകാശികൾ ആണ് മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ. മലയാളത്തിലെ ഏറ്റവും വലിയ നോവലായ അവകാശികൾ എഴുതിയത് ആരാണ്? വിലാസിനി. മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ അവകാശികൾ പ്രസിദ്ധീകരിച്ചത് എന്ന് 1980. അവകാശികൾ എന്ന മലയാളത്തിലെ ഏറ്റവും വലിയ നോവലിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് എന്നാണ്? ഏതു വർഷമാണ്? 1981. മലയാളത്തിലെ ഏറ്റവും വലിയ നോവലായ അവകാശികൾ എഴുതി തുടങ്ങിയത് എന്നായിരുന്നു? 1970 ജനുവരി 1 മലയാള അവകാശികൾ MK മേനോൻ എഴുതി തുടങ്ങിയത്. അവകാശികൾ എന്ന നോവൽ എഴുതി തീർക്കാൻ MK മേനോൻ എത്ര വർഷമെടുത്തു? 5 വർഷമെടുത്തു. വർഷം മുതലാണ് കേരളത്തിൽ വായനാ ദിനം ആചരിക്കാൻ തുടങ്ങിയത്? 1996 മുതലാണ് കേരളത്തിൽ വായനാ ദിനം ആചരിക്കാൻ തുടങ്ങിയത്. ആരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്? PN പണിക്കരുടെ ചരമദിനമാണ് വായനാ ദിനമായി നാം ആചരിക്കുന്നത്. PN പണിക്കർ മരണപ്പെട്ടത് ഏത് വർഷമായിരുന്നു? 1995 ജൂൺ 19. ഓമനത്തിങ്കൾ കിടാവോ എന്ന പ്രസിദ്ധമായ വരികൾ രചിച്ചത് ആരാണ്? ഇരയിമ്മൻ തമ്പി. ഇരയിമ്മൻ തമ്പി തൻ്റെ 20-ാം വയസ്സിൽ രചിച്ച 2 ആട്ടക്കഥകൾ ഏതെല്ലാം? കീചകവധം, ഉത്തരാസ്വയംവരം എന്നിവ. ഇരയിമ്മൻ തമ്പിയുടെ യഥാർത്ഥ പേരെന്തായിരുന്നു? രവിവർമ്മ തമ്പി. ജ്ഞാനപീഠം നേടിയ മലയാള കവി G. ശങ്കരക്കുറുപ്പ് ആ പുരസ്കാരത്തുക ഉപയോഗിച്ച് ഏർപ്പെടുത്തിയ സാഹിത്യ പുരസ്കാരം ഏതാണ്? ഓടക്കുഴൽ പുരസ്കാരം. ഗോവർദ്ധൻ്റെ യാത്രകൾ ആരുടെ രചനയാണ്? ആനന്ദ്. പുസ്തക വായനയിലൂടെ രോഗങ്ങൾ മാറ്റുന്ന ചികിത്സാരീതി ഏതു പേരിൽ അറിയപ്പെടുന്നു? ബിബ്ലിയ തെറാപ്പി. സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. ഏതു വർഷമാണ് രവീന്ദ്രനാഥ ടാഗോറിന് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്? 1913. ഏത് പുരസ്കാരമാണ് 1,11,111 രൂപ പുരസ്കാര തുകയായി നൽകുന്നത്? വള്ളത്തോൾ പുരസ്കാരം. വള്ളത്തോൾ പുരസ്കാരം ആദ്യമായി ലഭിച്ച സാഹിത്യകാരൻ ആരാണ്? പാല നാരായണൻ നായർ. മലയാളവും സംസ്കൃതവും ഇടകലർത്തിയുള്ള രചനാരീതി ഏതു പേരിൽ അറിയപ്പെടുന്നു? മണിപ്രവാളം. ആദ്യ മണിപ്രവാള കൃതിയായി അറിയപ്പെടുന്നത് ഏതാണ്? വൈശിക തന്ത്രം. ഗംഭീരൻ എന്നറിയപ്പെടുന്ന കവി ആരാണ്? ആശയഗംഭീരൻ എന്നറിയപ്പെടുന്ന കവി കുമാരനാശാൻ. കഥാപാത്രങ്ങൾക്ക് പേരില്ലാത്ത മലയാള നോവൽ ഏതാണ്? മരണ സർട്ടിഫിക്കറ്റ്. ആനന്ദ് എന്നറിയപ്പെടുന്ന P. സച്ചിദാനന്ദൻ ആണ് മരണ സർട്ടിഫിക്കറ്റ് എന്ന നോവൽ രചിച്ചത്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഭാര്യ ഫാബി ബഷീറിൻ്റെ ആത്മകഥയുടെ പേരെന്ത്? ബഷീറിൻ്റെ എടിയെ. എഴുത്തച്ഛൻ പുരസ്കാരം വീട്ടിൽ കൊണ്ടുവന്ന് തന്നാലേ സ്വീകരിക്കൂ എന്ന് നിർബന്ധം പിടിച്ച സാഹിത്യകാരൻ ആരായിരുന്നു? പൊൻകുന്നം വർക്കി. A-B എന്ന കഥയുടെ കർത്താവ് ആര്? കോവിലൻ. സ്വന്തം പിതാവിൻ്റെ മരണം പശ്ചാത്തലമാക്കി വയലാർ രചിച്ച ഭാവകാവ്യം ഏത്? ആത്മാവിൽ ഒരു ചിത. ആത്മകഥ നോവലായി രചിച്ച നോവലിസ്റ്റ് ആരാണ്? SK പൊറ്റക്കാട്. ഏറ്റവും കൂടുതൽ അവാർഡുകൾ നേടിയ മലയാള നോവൽ ഏതാണ്? അഗ്നിസാക്ഷി. ഈശ്വരൻ അറസ്റ്റിൽ എന്ന നാടകം എഴുതിയതാര്? NN പിള്ള. മലയാളത്തിലെ സാഹിത്യത്തിനുള്ള ഏറ്റവും വലിയ പുരസ്കാരം ഏത്? എഴുത്തച്ഛൻ പുരസ്കാരം. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം. ഇതാരുടെ വരികളാണ്? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. MT വാസുദേവൻ നായരും NP മുഹമ്മദും ചേർന്നെഴുതിയ നോവൽ ഏത്? അറബിപ്പൊന്ന്. ബഷീറിൻ്റെ തൂലികാനാമം പ്രഭ. പുനത്തിൽ കുഞ്ഞബ്ദുള്ളയും സേതുവും ഒന്നിച്ചെഴുതിയ കൃതി നവഗ്രഹങ്ങളുടെ തടവറ. ആദ്യ വയലാർ അവാർഡ് ജേതാവ് ലളിതാംബിക അന്തർജനം. നിളയുടെ കവി എന്നറിയപ്പെടുന്നതാര്? P. കുഞ്ഞിരാമൻ നായർ. നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നതാര്? MT വാസുദേവൻ നായർ. ആദ്യത്തെ ജനകീയ കവി ആരാണ്? കുഞ്ചൻ നമ്പ്യാർ. മലയാള ഭാഷയുടെ മാതാവ് എന്നറിയപ്പെടുന്നത് തമിഴ് ഭാഷ.
സുകുമാർ അഴീക്കോടിൻ്റെ വയലാർ അവാർഡ് ലഭിച്ച കൃതി ഏതാണ്? തത്വമസി. കാക്കേ കാക്കേ കൂടെവിടെ എന്ന വരികൾ ആരുടേതാണ്? ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യ വനിത ബാലാമണിയമ്മ. എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ രണ്ടാമത്തെ വനിത കമലാ സുരയ്യ. ONVയ്ക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഉപ്പ്. ഓർമ്മയുടെ തീരങ്ങളിൽ ആരുടെ ആത്മകഥയാണ്? തകഴി ശിവശങ്കരപിള്ളയുടെ ആത്മകഥയാണ് ഓർമ്മയുടെ തീരങ്ങളിൽ. ഞാൻ ആരുടെ ആത്മകഥയാണ്? NN പിള്ള. ജീവിതപാത ആരുടെ ആത്മകഥയാണ്? ചെറുക്കാട്. ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെ പാരിൽ. ഇതാരുടെ വരികളാണ്? വള്ളത്തോൾ. കുറ്റിപ്പെൻസിൽ ആരുടെ കൃതിയാണ്? കുഞ്ഞുണ്ണി മാഷ്. വയലാർ അവാർഡ് നേടിയ ആരാച്ചാർ ആരുടെ കൃതിയാണ്? KR മീര. 1.25 കോടി മലയാളികൾ ആരുടെ രചനയാണ്? EMS. ഞാനൊരു പുതിയ ലോകം കണ്ടു എന്ന കൃതി എഴുതിയതാര്? AKG. കയ്യും തലയും പുറത്തിടരുത്. ഇത് ആരുടെ കൃതിയാണ്? തോപ്പിൽ ഭാസി. പൂതപ്പാട്ട് ആരെഴുതിയതാണ്? ഇടശ്ശേരി. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം അല്ലെങ്കിൽ മാറ്റും അതുകളി നിങ്ങളെത്താൻ. ഇത് ആരുടെ വരികളാണ്? കുമാരനാശാൻ. ഓടക്കുഴൽ അവാർഡ് ആദ്യമായി ലഭിച്ചതാർക്ക്? വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. മലയാളത്തിലെ ആദ്യത്തെ ഖണ്ഡകാവ്യം ഏത്? വീണപൂവ്. കുമാരനാശാൻ എഴുതിയ വീണപൂവാണ് മലയാളത്തിലെ ആദ്യത്തെ ഖണ്ഡകാവ്യം. വാഴക്കുല എന്ന കവിത രചിച്ചതാര്? ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. മലയാളത്തിലെ ആദ്യത്തെ ഗണിതശാസ്ത്ര ഗ്രന്ഥം ഏതാണ്? യുക്തിഭാഷ. വെട്ടും തിരുത്തും ആരുടെ ചെറുകഥാ സമാഹാരമാണ്? വയലാർ. SK പൊറ്റക്കാടിൻ്റെ ആദ്യ നോവൽ ഏതാണ്? നാടൻ പ്രേമം. എന്നിലൂടെ എന്ന ആത്മകഥ ആരുടേതാണ്? കുഞ്ഞുണ്ണി മാഷ്. മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം ഏത്? പാട്ടബാക്കി. പാട്ടബാക്കി എന്ന രാഷ്ട്രീയ നാടകം രചിച്ചതാര്? K ദാമോദരൻ. ബഷീറിൻ്റെ ബാലസാഹിത്യ കൃതി ഏതാണ്? സർപ്പയജ്ഞം. P കുഞ്ഞിരാമൻ നായരുടെ ഏത് കൃതിക്കാണ് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത്? കളിയച്ഛൻ. 1959 കളിയച്ഛന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത്. തകഴിയുടെ കയർ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയതാരാണ്? R ശ്രീകണ്ഠൻ നായർ. ചോദ്യം: ശ്രേഷ്ഠ ഭാഷാ ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ്? നവംബർ 1. മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത് എന്നാണ്? 2012. ശ്രേഷ്ഠ ഭാഷാ ദിനാചരണം തുടങ്ങിയത് ഏത് വർഷം മുതൽ? 2013 മുതൽ. ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ്? നവംബർ 11. മലയാളത്തിൻ്റെ ഉപഭാഷയായി കണക്കാക്കുന്ന മിനിക്കോയ് ഭാഷ ഏത്? മഹൽ. കേരള ലളിതകലാ അക്കാദമിയുടെ മുഖപത്രം ഏത്? ചിത്രവാർത്ത. മാപ്പിള ലഹരിയുടെ പശ്ചാത്തലത്തിൽ കുമാരനാശാൻ എഴുതിയ ഖണ്ഡകാവ്യം ഏത്? ദുരവസ്ഥ. ജ്ഞാനപീഠം നേടിയ ആദ്യ നോവലിസ്റ്റ് ആരാണ്? താരാശങ്കർ ബാനർജി. യജമാനൻ എന്ന മാസിക ആരംഭിച്ചതാര്? വാഗ്ഭടാനന്ദൻ. ജീവന് ജാതിയില്ല, ജീവൻ സത്താണ് എന്ന് പറഞ്ഞതാര്? ബ്രഹ്മാനന്ദ ശിവയോഗി. മോഹിനിയാട്ടത്തിൻ്റെ ഭാവം എന്താണ്? ശൃംഗാരം. അസുരവിത്ത് എന്നത് ആരുടെ കൃതിയാണ്? MT വാസുദേവൻ നായർ. കൂടിയാട്ടത്തിൻ്റെ അവതരണ ഭാഷ ഏത്? സംസ്കൃതം. കഥകളിയിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ഏതെല്ലാം? ചെണ്ട, മദ്ദളം, ചേങ്ങില, ഇലത്താളം, ശംഖ് എന്നിവയാണ് കഥകളി വാദ്യങ്ങൾ. കേരളത്തിൽ പ്രചാരത്തിലുള്ള ആയോധന കല ഏതാണ്? കളരിപ്പയറ്റ്. കഥകളിയിലെ വേഷങ്ങൾ ഏതെല്ലാം? പച്ച, കത്തി, കരി, താടി, മിനുക്ക് എന്നിവ. ഉത്തര കേരളത്തിൽ നിലവിലുള്ള അനുഷ്ഠാന കലാരൂപം ഏതാണ്? പൂരക്കളി. ജോസഫ് മുണ്ടശ്ശേരിയുടെ കവിതാ സമാഹാരത്തിൻ്റെ പേരെന്ത്? ചിന്താമാധുരി. കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രമെന്ന് വിശേഷിപ്പിച്ചതാര്? ജോസഫ് മുണ്ടശ്ശേരി. ദേശീയ അവാർഡിൽ സംസ്കൃത ഭാഷയിൽ ഗാനരചന നടത്തി അവാർഡ് നേടിയതാര്? യൂസഫ് അലി. ജയ ജയ കോമള കേരളധരണി എന്ന ഗാനം ഉൾപ്പെട്ട മലയാള സിനിമ ഏത്? യാചകൻ. അംബികാസുധൻ മങ്ങാടിൻ്റെ നോവൽ എന്മകജയിലെ എന്മകജ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ്? കാസർഗോഡ്. മലയാളത്തിലെ ആദ്യ വർത്തമാന പത്രം രാജ്യസമാചാരം ആരംഭിച്ചതാര്? ഹെർമൻ ഗുണ്ടർട്ട്. ഇന്ദുലേഖ പ്രസിദ്ധീകരിച്ച വർഷമേത്? 1889. രാമചരിതത്തിൻ്റെ കർത്താവ് ആര്? ചീരാമൻ. മലയാളത്തിലെ ആദ്യ സന്ദേശകാവ്യം ഏതാണ്? ഉണ്ണുനീലി സന്ദേശം. മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥം ഏത്? മലയാണ്മയുടെ വ്യാകരണം. മലയാളത്തിലെ ആദ്യ വ്യാകരണത്തിൻ്റെ കർത്താവ് ആര്? റവറൻ ജോർജ് മാത്തൻ.
കേസരി എന്ന പേരിൽ അറിയപ്പെടുന്ന ചെറുകഥാകൃത്ത് ആരാണ്? വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ. മലയാളത്തിലെ ആദ്യ മഹാകാവ്യം ഏതാണ്? രാമചന്ദ്രവിലാസം. രാമചന്ദ്രവിലാസത്തിൻ്റെ കർത്താവ് ആര്? അഴകത്ത് പത്മനാഭക്കുറുപ്പ്. മലയാള സാഹിത്യത്തിലെ ആദ്യ മഹാകവി എന്നറിയപ്പെടുന്നതാര്? ചെറുശ്ശേരി നമ്പൂതിരി. ചെറുശ്ശേരി നമ്പൂതിരിയാണ് മലയാള സാഹിത്യത്തിലെ ആദ്യ മഹാകവിയായി അറിയപ്പെടുന്നത്. ചെറുശ്ശേരി നമ്പൂതിരി ജനിച്ചത് ഏത് വർഷമായിരുന്നു? 1375. 1375 ചെറുശ്ശേരി ജനിച്ചത്. അക്ഷരനഗരം എന്നറിയപ്പെടുന്ന കേരളത്തിലെ പട്ടണം ഏതാണ്? കോട്ടയം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രന്ഥശാല സ്ഥിതി ചെയ്യുന്നത് എവിടെ? കൊൽക്കത്തയിൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രന്ഥശാല സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥശാല സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്താണ്? അമേരിക്കയിൽ. ലോകത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥശാല സ്ഥിതി ചെയ്യുന്ന രാജ്യം അമേരിക്കയാണ്. കേരളത്തിലെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന ജില്ല ഏത്? തൃശ്ശൂർ ജില്ല. കേരളത്തിലെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂർ ജില്ല. ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും എനിക്ക് വഴികാട്ടിയായിരുന്നത് പുസ്തകങ്ങളാണ്. ഇത് ആരുടെ വാക്കുകളാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം. തുഞ്ചത്ത് എഴുത്തച്ഛൻ സ്മാരക മന്ദിരം തുഞ്ചൻ പറമ്പ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏത് ജില്ലയിലാണ്? മലപ്പുറം. മലപ്പുറം ജില്ലയിലാണ് തുഞ്ചൻ സ്മാരകമായ തുഞ്ചൻ പറമ്പ് സ്ഥിതി ചെയ്യുന്നത്. സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കായി കേരള സർക്കാർ ഏർപ്പെടുത്തിയ പരമോന്നത സാഹിത്യ പുരസ്കാരം ഏത്? എഴുത്തച്ഛൻ പുരസ്കാരം. 1993 എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായി നൽകിയത്. ശൂരനാട് കുഞ്ഞൻപിള്ളയാണ് ആദ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ്. കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? ജോസഫ് മുണ്ടശ്ശേരി. സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. ഇത് ആരുടെ വരികളാണ്? വയലാർ രാമവർമ്മ. ഇന്ത്യയിൽ സാഹിത്യത്തിന് നൽകുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരം ഏതാണ്? ജ്ഞാനപീഠം. 11 ലക്ഷം രൂപയാണ് ജ്ഞാനപീഠം തുക, അവാർഡ് തുക. ചിത്രയോഗം എന്ന മഹാകാവ്യം എഴുതിയതാരെ? വള്ളത്തോൾ നാരായണ മേനോൻ. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യനു പെറ്റമ്മ തൻ ഭാഷ താൻ. ഇത് ആരുടെ വരികളാണ്? വള്ളത്തോൾ നാരായണ മേനോൻ. വാൽമീകി രാമായണം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതാരാണ്? വള്ളത്തോൾ നാരായണ മേനോൻ. വള്ളത്തോൾ നാരായണ മേനോനാണ് വാൽമീകി രാമായണം തർജ്ജമ ചെയ്തത്. പണ്ഡിതനായ കവി എന്നറിയപ്പെടുന്നതാരാണ്? ഉള്ളൂർ S. പരമേശ്വരയ്യർ. കുറ്റിപ്പെൻസിൽ ആരുടെ കൃതിയാണ്? കുഞ്ഞുണ്ണിമാഷ്. കുഞ്ഞുണ്ണിമാഷിൻ്റെ കൃതിയാണ് കുറ്റിപ്പെൻസിൽ. കവിത ചാട്ടവാറാക്കിയ കവി എന്നറിയപ്പെടുന്നതാരാണ്? കുഞ്ചൻ നമ്പ്യാർ. കുഞ്ചൻ നമ്പ്യാരുടെ ആദ്യത്തെ തുടൽ കൃതി ഏതാണ്? കല്യാണ സൗഗന്ധികം. ഋതുക്കളുടെ കവി എന്നറിയപ്പെടുന്നതാരെ? ചെറുശ്ശേരി. ചെറുശ്ശേരിയാണ് ഋതുക്കളുടെ കവി എന്നറിയപ്പെടുന്നത്. അരക്കവി എന്നറിയപ്പെടുന്നതാരെ? അരക്കവി എന്നറിയപ്പെടുന്നത് പുനം നമ്പൂതിരിയാണ്. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്ന വരികൾ എഴുതിയത് ആരാണ്? ഇഞ്ചക്കാട് ബാലചന്ദ്രൻ. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ ആദ്യത്തെ നോവൽ ഏതാണ്? ചെമ്മീൻ. 1957 ചെമ്മീൻ അവാർഡ് ലഭിച്ചത്. കാക്കേ കാക്കേ കൂടെവിടെ എന്ന കവിത, കൊച്ചു കവിത എഴുതിയതാര്? ഉള്ളൂർ S. പരമേശ്വരയ്യർ. ഒരു ദേശത്തിൻ്റെ കഥ എന്ന കൃതി രചിച്ചതാര്? SK പൊറ്റക്കാട്. ആദ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ്? ശൂരനാട് കുഞ്ഞൻപിള്ള. 1993 ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്ക് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. അത് ആദ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാരമായിരുന്നു. ഹിരണ്യകശിപു എന്ന രാഷ്ട്രീയ ആക്ഷേപഹാസ്യ നോവൽ രചിച്ചതാര്? NP മുഹമ്മദ്. ദൈവത്തിൻ്റെ കണ്ണ് എന്ന നോവൽ രചിച്ചതാര്? NP മുഹമ്മദ്. ദൈവത്തിൻ്റെ വികൃതികൾ എന്ന നോവൽ രചിച്ചതാര്? M. മുകുന്ദൻ.